കുട്ടികൾക്കുമേൽ അനധികൃത കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സ്കൂളുകൾ അടച്ചുപൂട്ടി പ്രതിഷേധിക്കുമെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ സംഘടനയായ KPSMA. ഇല്ലാത്ത നിയമം പറഞ്ഞ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയാണ്. എയ്ഡഡ് സ്കൂളുകൾക്കും സൗജന്യ യൂണിഫോം വേണം. അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്നും KPSMA ആവശ്യപ്പെട്ടു. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, എന്താണ് വിവരം? വിവിധ ആവശ്യങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPSMA, അതായത് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പിന്റെയും വിവിധ നിയമങ്ങൾ, അതായത് സ്കൂൾ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫിറ്റ്നസ് ആവശ്യമാണ്. അതോടൊപ്പം സ്കൂൾ ബസ്സുകൾക്ക് വിദ്യാവാഹൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാകണം തുടങ്ങിയ വിവിധ നിയമങ്ങൾ നേരത്തെ സ്കൂൾ വകുപ്പ് കർശനമാക്കിയിരുന്നു. ആ നിയമങ്ങൾക്കെതിരെയായപ്പോൾ ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പല ഉദ്യോഗസ്ഥരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പലതും ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നിവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരെ സ്കൂളുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തങ്ങൾ എന്നതാണ് KPSMA അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തസ്തിക നിർണ്ണയ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുന്നില്ല. SLC പാസ്സായ മുഴുവൻ കുട്ടികൾക്കും കൃത്യമായി തന്നെ എല്ലാ അഡ്മിഷൻ ഒരുക്കണം. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, സർക്കാർ അംഗീകാരമില്ലാതെ നിരവധി അൺഎയ്ഡഡ് സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ അൺഎയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടാനും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് അടക്കാനാണ് ഇവരുടെ തീരുമാനം. ശരി ഗോപാൽ.